നമ്മൾ എത്ര തവണ നമ്മുടെ ജീവിതത്തെ ഒരു റൊട്ടീനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാലും വീണ്ടും നമ്മുടെ റൊട്ടീൻ തകർന്നു പോകുന്ന ഒരു അവസ്ഥ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. അതുപോലെ എത്ര തവണ നിങ്ങളുടെ മനസ്സിനെ പീസ്ഫുൾ ആക്കാനോ ഹാപ്പി ആക്കാൻ ശ്രമിച്ചാലും വീണ്ടും മനസ്സ് മൂഡ് ഓഫ് ആവുന്ന ഒരവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൽ നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ നമ്മുടെ ജീവിതത്തിനും മനസ്സിനും ഇങ്ങനെ കേടുവന്നു പോകാൻ പ്രത്യേകിച്ച് പ്രാക്ടീസ് ഒന്നും വേണ്ട. എന്നാൽ അതിനെ ഒന്ന് ശരിയാക്കിയെടുക്കാൻ നമ്മൾ നല്ല പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ഇതിനെയെല്ലാം കോൺസ്റ്റൻ്റായിട്ട് നിലനിർത്താൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ മോട്ടിവേഷൻ വീണ്ടും ഡൗൺ ആയി പോകുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ റൊട്ടീൻ തകർന്നു പോകുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് വീണ്ടും അലങ്കോലമാവുന്നത്? ഇത് മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മൾ ഈ പ്രപഞ്ചത്തിലെ പ്രധാനപ്പെട്ട ഒരു നിയമത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടി വരും. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. ആ ഒരു നിയമം ഇതാണ്, ദ ലോ ഓഫ് എൻട്രോപ്പി. ലോ ഓഫ് എൻട്രോപ്പി എന്നാൽ ഡിസോർഡറിൻ്റെ ഒരു നിയമമാണ്. ഓർഡറിൽ നിന്നും ഡിസോർഡറിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് ഈ പ്രപഞ്ചത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോ ആണ്. ഈ ലോയെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ നിയമം ഈ പ്രകൃതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് അംഗീകരിക്കണം. എന്താണ് ഈ നിയമം? ഈ നിയമത്തിൻ്റെ ഫിസിക്സ് സൈഡൊന്നും ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. ഓർഡറിൽ നിന്നും ഡിസോർഡറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം പ്രപഞ്ചത്തിനുണ്ട് എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഈ ലോ ഓഫ് എൻട്രോപ്പി എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി തരാം. അതായത് കേടുവന്നു പോകുന്നത് പ്രപഞ്ചത്തിൽ സ്വാഭാവികമായ ഒരു പ്രതിഭാസമായിരിക്കും. കേട് വരാതെ നിലനിർത്തുന്നത് കോൺഷ്യസ് എഫേർട്ട് ഉള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഒരു ഐസിനെ ഐസായി നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ഉള്ള ഒരു ഫ്രീസറിൻ്റെ അകത്ത് നിങ്ങൾ ആ വെള്ളത്തെ സൂക്ഷിക്കേണ്ടി വരും. നിങ്ങൾ ഒരു മുറിയിൽ ആ ഐസിനെ എടുത്തു വെച്ചാൽ സ്വാഭാവികമായിട്ട് അത് വെള്ളമാകാൻ ശ്രമിക്കും. വെള്ളമായി മാറ്റാൻ നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിൽ പ്രകൃതിക്ക് കഴിവുണ്ട്. എന്നാൽ ഐസാക്കി മാറ്റാൻ നമ്മൾ കോൺഷ്യസ് എഫേർട്ട് ചെയ്യുന്നു. അതിനെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുന്നു. അതുപോലെ തന്നെ പാലായാലും ശരി, തക്കാളി ആയാലും ശരി, പച്ചക്കറികൾ എന്തായാലും ശരി, അത് കേടുവന്നു പോകാതിരിക്കാൻ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ അതിനെ പരിചരിക്കേണ്ടി വരുന്നുണ്ട്. ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടി വരുന്നുണ്ട്, ചൂടാക്കി സൂക്ഷിക്കേണ്ടി വരുന്നുണ്ട്, ഉണക്കി സൂക്ഷിക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ അത് കേടുവന്നു പോവാൻ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. അതിനെ വെറുതെ വെച്ചാൽ മതി, അത് കേടുവന്നു പോയിക്കോളും. ഇതേപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെയും അവസ്ഥ. നമ്മുടെ മനസ്സ് ഡിസ്റ്റർബ് ആവാൻ, നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ താളം തെറ്റാൻ നിങ്ങൾ പ്രത്യേകം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ ഇരുന്നാൽ മതി, അത് ഡിസ്റ്റർബ് ആയിക്കോളും. എന്നാൽ നിങ്ങളുടെ മനസ്സിനെ പവർഫുള്ളായി നിലനിർത്താൻ, പീസ്ഫുള്ളായി നിലനിർത്താനും കോൺഷ്യസ് എഫേർട്ട് ആവശ്യമാണ് എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങളുടെ മനസ്സിലെ സമാധാനം നിലനിർത്തുവാൻ നിങ്ങളുടെ കോൺഷ്യസ് എഫേർട്ട് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ സന്തോഷം നിലനിർത്തുവാൻ കോൺഷ്യസ് എഫേർട്ട് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ വ്യക്തിത്വം നിലനിർത്തുവാൻ നിങ്ങളുടെ കോൺഷ്യസ് എഫേർട്ട് ചെയ്യേണ്ടി വരും. ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ ഒരു നിലവാരം അത് ഉണ്ടാക്കിയെടുക്കുവാൻ കോൺഷ്യസ് എഫേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇതേയാണ് സംസ്കരിക്കൽ എന്ന് പറയുന്നത്. സംസ്കരിക്കുമ്പോഴാണ് അതിന് വാല്യൂ കൂടുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് പീസ്ഫുൾ ആവുന്നത്, ഹാപ്പി ആവുന്നത്, വ്യക്തിത്വമുള്ളവരാകുന്നത്, സ്മാർട്ട് വർക്ക് ചെയ്യുന്നവരാകുന്നത്, എനർജറ്റിക് ആവുന്നത് എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ സംസ്കരിക്കുകയാണ്. മണ്ണിനടിയിൽ കിടക്കുന്ന സ്വർണം പോലെയല്ലല്ലോ നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന സ്വർണത്തിൻ്റെ വില. റോ മെറ്റീരിയലായി കിടക്കുന്നിടത്ത് അതിൻ്റെ റോ അവസ്ഥയിൽ അതിൻ്റെ വില കുറവായിരിക്കും, അസംസ്കൃതമായിരിക്കും. സംസ്കരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കൂടുന്നുണ്ട്. നമുക്ക് നമ്മുടെ വാല്യൂ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ സംസ്കരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഈ സംസ്കരിക്കൽ എന്ന പ്രോസസ്സ് കോൺഷ്യസ് എഫേർട്ടുള്ള കാര്യമാണ്. അവിടെ ഒരു സാധന ആവശ്യമാണ്. സാധന എന്നാൽ നമ്മുടേതായ ഒരു പ്രയത്നം അത് അവിടെ ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും ഈ പരാതി പറയരുത്, കുറേ കാലം ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്തിട്ടും പിന്നെയും ഞാൻ പഴയതുപോലെ ആയി. ഇങ്ങനെയൊന്നും ആരും പറയരുത്. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ ആവും എന്നാണ് ലോ ഓഫ് എൻട്രോപ്പി അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു സംഘർഷം എന്താണെന്ന് അറിയുമോ? പ്രകൃതിയുടെ ലോ ഓഫ് എൻട്രോപ്പിയും നമ്മുടെ കോൺഷ്യസ് എഫേർട്ടും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് നമുക്ക് ഉണ്ടാക്കി തരുന്ന സംഘർഷങ്ങൾ മുഴുവൻ നിർമ്മിക്കുന്നത്. പ്രകൃതി നമ്മളെ വീണ്ടും പഴയതുപോലെ ആക്കാൻ ശ്രമിക്കും. എന്നാൽ നമ്മുടെ മനസ്സ്, നമ്മുടെ ഇച്ഛാശക്തി നമ്മളെ വീണ്ടും പ്രോഗ്രസീവ് ആക്കാൻ ശ്രമിക്കും. പ്രകൃതി താഴേക്കും വലിക്കും, നമ്മൾ നമ്മളെ വീണ്ടും മുകളിലേക്കും വലിക്കും. ഈ പിടിവലിയാണ് നമ്മുടെ മനസ്സ് അനുഭവിക്കുന്ന സംഘർഷം. എവിടെയാണ് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുക എന്ന് വെച്ചാൽ ഈ എൻട്രോപ്പിയുടെ ഫോഴ്സ് എത്രയുണ്ടോ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ഫോഴ്സ് നിങ്ങൾ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ എൻട്രോപ്പിയെ അതിവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അത് എങ്ങനെയെന്ന് വെച്ചാൽ
നമുക്ക് ആകാശത്തേക്ക് കുതിച്ചുയരുന്ന ഒരു റോക്കറ്റ് വിക്ഷേപിക്കണമെങ്കിൽ താഴേക്ക് വലിക്കുന്ന ആ റോക്കറ്റിനെ താഴേക്ക് വലിക്കുന്ന ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം എത്രയുണ്ടോ അതിനേക്കാൾ കൂടുതൽ ഒരു ബലം മുകളിലേക്ക് പോകാൻ ഉപയോഗിക്കുമ്പോൾ ആണ് അത് ഗുരുത്വാകർഷണ ബലത്തെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോകുന്നത്. ഭൂമിയുടെ തന്നിലേക്ക് വലിക്കൽ എന്ന സ്വഭാവമുണ്ടല്ലോ, ഗുരുത്വാകർഷണം, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ജനറേറ്റ് ചെയ്തിട്ടാണ് ഒരു വസ്തുവിനെ നമ്മൾ ആകാശത്തേക്ക് പറഞ്ഞു വിടുന്നത്. ഇതുപോലെയാണ് ലോ ഓഫ് എൻട്രോപ്പിയും വിൽ പവറും തമ്മിലുള്ള ഫൈറ്റ്. നമ്മുടെ ഉള്ളിൽ 2 പവർ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രകൃതിയുടെ ഭാഗമായതുകൊണ്ട് നമ്മളിൽ ലോ ഓഫ് എൻട്രോപ്പി വർക്ക് ചെയ്യും. എന്നാൽ നമുക്കൊരു മനസ്സുള്ളതുകൊണ്ട്, നമുക്കൊരു ഇച്ഛാശക്തി ഉള്ളതുകൊണ്ട് നമ്മുടെ കോൺഷ്യസ് എഫേർട്ടും വർക്ക് ചെയ്യും. ഇതിൽ പലപ്പോഴും എൻട്രോപ്പി പവർഫുള്ളായി നിൽക്കും, അപ്പോൾ നമ്മൾ ഡൗൺ ആവും. പലപ്പോഴും നമ്മുടെ വിൽ പവർ ഹൈ ആയി നിൽക്കും, അപ്പോൾ നമ്മൾ ഹൈ ആയിട്ട് ഫീൽ ചെയ്യും. ഇതാണ് നമ്മുടെ മനസ്സിൻ്റെ ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ നിലവാരത്തിൻ്റെ ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ റൊട്ടൈൻ ഫ്ലക്ച്വേഷൻ, സ്വഭാവത്തിൻ്റെ ഫ്ലക്ച്വേഷൻ എല്ലാം ഉണ്ടാകുന്നത് ലോ ഓഫ് എൻട്രോപ്പിയും കോൺഷ്യസ് എഫേർട്ടും തമ്മിലുള്ള ഫൈറ്റിൽ തോൽവിയും ജയവും സംഭവിക്കുന്നതിനനുസരിച്ചാണ്. ഇത് 24 hours കോൺസ്റ്റൻ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ ആയതുകൊണ്ട് ഇതിൽ ഒരിക്കലും വിശ്രമിക്കാൻ പാടില്ല. അതായത് ഒരു ഫുട്ബോൾ കളി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനിടയിൽ കളിക്കുന്ന ഒരു ടീമിലെ ഒരാൾ വിശ്രമിക്കാൻ പോയി കഴിഞ്ഞാൽ മറ്റേ ടീം വിജയിക്കും. ഇതുപോലെ ഈ കോൺഷ്യസ് എഫേർട്ട് എൻട്രോപ്പിയും തമ്മിലുള്ള ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇതിനിടയിൽ നമ്മൾ നമ്മുടെ കോൺഷ്യസ് എഫേർട്ട് സ്റ്റോപ്പ് ചെയ്ത് ഞാൻ സെറ്റായി, ഞാൻ ഓക്കെ ആയി, ഇനി എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ പതുക്കെ താഴേക്കെത്തും, വീണ്ടും പഴയതുപോലെ ആവും. അതുകൊണ്ട് ജീവിതാവസാനം വരയ്ക്കും നിങ്ങൾ ആ കോൺഷ്യസ് എഫേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. ആ കോൺഷ്യസ് എഫേർട്ട് നിങ്ങൾ കൊടുക്കേണ്ട തീവ്രത കുറഞ്ഞു വരും നിങ്ങൾക്ക് ശീലമായി കൊണ്ടിരിക്കുന്ന സമയത്ത്. ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാക്കി തരാൻ ഞാൻ ബ്രെയിനിൻ്റെ ഒരു സ്വഭാവം പറഞ്ഞു തരാം. ബ്രെയിനിന് ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുണ്ട്. എന്താണെന്നറിയുമോ? നമ്മളെ മടിയന്മാരാക്കുക എന്നതാണ് ആ ഉത്തരവാദിത്തം. അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് മടിയുണ്ടാവുന്നത്? 2 ദിവസം ഒരു കാര്യം ചെയ്യും, 3ാമത്തെ ദിവസം ആകുമ്പോഴേക്കും അത് എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെ നമ്മൾ പരാതി പറയാറില്ലേ? എങ്ങനെയാണ് ഈ മടി മാറ്റിയെടുക്കുക എന്നൊക്കെ? മടി എന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ്. എന്താണ് മടി? നമുക്ക് എന്തുകൊണ്ടാണ് മടി പിടിച്ചിരിക്കാനും കിടന്നുറങ്ങാനും ഒന്നും മിണ്ടാതെ ഒരിടത്ത് റിലാക്സ് ചെയ്തിരിക്കാനും ഒക്കെ തോന്നുന്നത്? എഫേർട്ടുകൾ ചെയ്യുന്നതിനോടുള്ള താല്പര്യക്കുറവ് പലപ്പോഴും പലർക്കും ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഇത് ബ്രെയിനിൻ്റെ ഒരു അജണ്ടയാണ്. എന്താണ് ബ്രെയിനിൻ്റെ അജണ്ട എന്നറിയുമോ? ബ്രെയിനിൻ്റെ കുറേ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഒരു പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റാണ് എനർജി സേവിങ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമ്മുടെ ശരീരം ഉപയോഗിച്ചുകൊണ്ട് അമിതമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എനർജി സേവ് ആവുന്ന കാര്യത്തിൽ പരാജയപ്പെടുമെന്നും, സോ എനർജി സേവ് ചെയ്യണം, ലോ ഷെഡിങ് ചെയ്യണം. ശരീരം അമിതമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എനർജി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, എനർജി സേവ് ചെയ്യണം എന്ന് ബ്രെയിനിൻ്റെ ഉള്ളിലൊരു ഇൻബിൽഡ് പ്ലാൻ ഉള്ളതുകൊണ്ട് നമ്മളെ എങ്ങനെയെങ്കിലും വെറുതെ ഇരുത്തുക, മടി പിടിച്ചിരുത്തുക എന്നുള്ള ബ്രെയിനിൻ്റെ ഒരു അജണ്ടയാണ്. സോ ഈ പ്രകൃതി നമുക്കുണ്ടാക്കി തന്നിരിക്കുന്ന ഈ ബ്രെയിനിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, നമ്മളെ മടി പിടിച്ചിരുത്തുന്ന സ്വഭാവമുണ്ട്. എന്നാൽ നമ്മൾ പഠിച്ചെടുത്തതും നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളും വെച്ച് നമ്മൾ ഒരു വിൽ പവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ വിൽ പവർ നമ്മളോട് പറയുന്നത് മടി പിടിച്ചിരിക്കരുത് എന്നാണ്. അപ്പോൾ ബ്രെയിനിൻ്റെ ആ ബയോളജിക്കലായിട്ടുള്ള ആ സ്വഭാവത്തിനോട് നമ്മുടെ വിൽ പവറിൻ്റെ സൈക്കോളജിക്കൽ സ്വഭാവവുമായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങുകയാണ്. ശരിക്കും പറഞ്ഞാൽ പ്രകൃതിപരമായിട്ടുള്ള ഒരു തീരുമാനത്തോട് നമ്മൾ ആൻറ്റി നാച്ചുറലായിട്ടുള്ള ഇച്ഛാശക്തി എന്ന കോൺഷ്യസ് എഫേർട്ട് കൊടുത്തുകൊണ്ട് ഫൈറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് മടി പിടിച്ചിരിക്കുന്നത് വീണ്ടും വീണ്ടും സംഭവിക്കുന്നത്. എത്ര മടി മാറ്റിയെടുത്താലും വീണ്ടും ശ്രദ്ധിക്കാതിരുന്നാൽ നമ്മൾ മടിയന്മാരായി മാറും. ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. പ്രകൃതിയുടെ ഒരു പ്രാകൃത സ്വഭാവം, അതായത് ഒരു അസംസ്കൃത സ്വഭാവത്തിനോട് സംസ്കൃത സ്വഭാവത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ എന്ന് വെച്ചാൽ ഇവോൾവഡ് ആയിട്ടുള്ള പ്രകൃതിയെ അടക്കി ഭരിച്ച് ശീലിച്ച മനുഷ്യൻ പ്രകൃതിയുടെ സ്വഭാവത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്തിട്ടാണ് ഉയരങ്ങളിലേക്ക് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അവിടെ ഒരു സംഘർഷം ഉണ്ടാവുന്നത്. ആ സംഘർഷം ഏറ്റെടുക്കുവാൻ നമ്മൾ ഇഷ്ടപ്പെടണം. അതായത് ഒഴുക്കിനെതിരെയുള്ളൊരു നീന്തലാണ് ഈ ജീവിതത്തിലെ കുതിച്ചു മുന്നേറ്റം. ആ സമയത്ത് നമ്മൾ നല്ല കരുത്ത് ഉപയോഗിക്കേണ്ടി വരും. അവിടെ ഒരു സംഘർഷം അനുഭവിക്കേണ്ടതായിട്ട് വരും. ആ സംഘർഷത്തെ ഇഷ്ടപ്പെടുന്നവന് അർഹതപ്പെട്ടതാണ് വിജയം. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് 4 ദിവസം ഞാനിത് ചെയ്യുമ്പോഴേക്കും പിന്നെയും എനിക്കത് ചെയ്യാൻ തോന്നുന്നില്ല എന്ന് നിങ്ങൾ പരാതി പറയാതെ, ചെയ്യാൻ തോന്നുന്നില്ലെങ്കിലും അത് ചെയ്യുമ്പോൾ ഒരു സംഘർഷം അനുഭവിക്കുകയാണെങ്കിലും ബോറിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിലും വീണ്ടും അത് തന്നെ ചെയ്യുക. അത് ചെയ്യുമ്പോൾ ഒരു സുഖം തോന്നുന്നില്ല
എന്ന് തോന്നുകയാണെങ്കിൽ സുഖം വേണ്ട, എന്നാലും ഞാനത് ചെയ്യും എന്ന് തീരുമാനിക്കുക. ഈ രീതിയിലുള്ള ഹാർഡ് മോഡ് ആക്റ്റീവ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലോ ഓഫ് എൻട്രോപ്പിയെ അതിവർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ടാവും, ഓഹോ, നമ്മൾ ആൻറ്റി നാച്ചുറൽ ആയിട്ടാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? പ്രകൃതി വിരുദ്ധമായ ഒരു തീരുമാനമാണോ ഈ വിൽ പവർ യൂസ് ചെയ്യലും മടി മാറ്റിയെടുക്കലും മോട്ടിവേറ്റ് ആവലുമൊക്കെ? അപ്പോൾ പ്രകൃതി അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ, തലച്ചോറ് അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ അതനുസരിച്ച് ജീവിച്ചാൽ പോരെ എന്നായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. ചിലപ്പോൾ ചില മടിയന്മാരുടെ മനസ്സ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. എന്നാൽ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ 90% കാര്യങ്ങൾ ആൻറ്റി നാച്ചുറലാണ്. നിങ്ങൾ വസ്ത്രം ധരിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് പ്രകൃതി വിരുദ്ധമാണ്. നിങ്ങൾ ജനിച്ചപ്പോൾ വസ്ത്രമില്ലായിരുന്നു. ഈ ലോകത്ത് മറ്റ് ജീവികളൊന്നും വസ്ത്രം ഇടുന്നില്ല. നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്തും ഭക്ഷണക്കൂട്ടുകളും കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രകൃതി വിരുദ്ധമായിട്ടാണ് ജീവിക്കുന്നത്. ലോകത്ത് ഒരു ജീവികളും അങ്ങനെ ഭക്ഷണക്കൂട്ടുകൾ ഉണ്ടാക്കി കഴിക്കുന്നില്ല, പാചകം ചെയ്തും കഴിക്കുന്നില്ല. നിങ്ങൾ വാഹനം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രകൃതി വിരുദ്ധമാണ്. നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും പ്രകൃതി വിരുദ്ധമാണ്. നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലും പ്രകൃതി വിരുദ്ധമാണ്. മനുഷ്യൻ തൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തിയിരിക്കുന്നത് പ്രകൃതിക്ക് ഇണങ്ങിക്കൊണ്ട് ജീവിച്ചുകൊണ്ടല്ല. പ്രകൃതിക്ക് ഇണങ്ങിക്കൊണ്ട് ജീവിക്കുന്നത് ഒരു കുളിർമയുള്ള അനുഭവമാണ് എന്നുള്ളതൊരു സത്യം തന്നെ. എന്നാൽ ഇന്നത്തെ മനുഷ്യൻ ഈ രീതിയിലുള്ള മനുഷ്യനായി ഈ ലോകത്ത് ജീവിക്കുന്നത് പ്രകൃതിയെ കീഴടക്കിക്കൊണ്ടാണ്. പ്രകൃതിയുടെ സ്വഭാവങ്ങൾക്ക് മേൽ തൻ്റെ ഇച്ഛാശക്തി എന്ന സ്വഭാവം ഉപയോഗിച്ചുകൊണ്ട് പ്രകൃതിയെ യൂസ് ചെയ്ത് പ്രകൃതിയെ ഇണക്കിയിട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്, അല്ലാതെ പ്രകൃതിയെ അനുസരിച്ചുകൊണ്ടല്ല എന്നത് മനസ്സിലാക്കുക. അപ്പോൾ ഈ എൻട്രോപ്പിയുടെ കാര്യത്തിലായാലും ശരി, തലച്ചോറിൻ്റെ ഈ ലേസി റൂൾ എന്ന് പറഞ്ഞുള്ള റൂൾസ് അനുസരിച്ചാണെങ്കിലും ശരി, അതിനോടൊക്കെ പോയി അനുസരണക്കുട്ടിയായി മാറുക എന്നുള്ളതല്ല അർത്ഥം. അവയോട് അനുസരണക്കേട് കാണിക്കുക എന്നുള്ളതാണ്. പ്രകൃതിയുടെ എൻട്രോപ്പി എന്ന നിയമത്തോട് അനുസരണക്കേട് കാണിക്കുക, തലച്ചോറിൻ്റെ ലേസി റൂളിനോട് നമ്മൾ അനുസരണക്കേട് കാണിക്കുക, എന്നിട്ട് അതിനോട് യുദ്ധം പ്രഖ്യാപിക്കുക, അതിനെതിരെ നമ്മളുടെ മനസ്സിനകത്തൊരു വീറും വാശിയും ജനിപ്പിക്കുക. ഓഹോ, പ്രകൃതിക്ക് ഇങ്ങനെയൊരു സ്വഭാവമുണ്ടോ? തലച്ചോറിന് ഇങ്ങനെയൊരു സ്വഭാവമുണ്ടോ? എങ്കിൽ ഞാൻ കാണിച്ചു തരാം, എൻ്റെ വിൽ പവർ അതിലും വലുതാണ് എന്ന് നമ്മൾ നമ്മളുടെ പ്രകൃതിയുടെയും നമ്മുടെ തലച്ചോറിൻ്റെയും ഈ സ്വഭാവത്തിന് എതിരെ ഫൈറ്റ് ചെയ്യുക എന്നതാണ് നമ്മളുടെ ഹാർഡ് മോഡ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അതാണ് സാധന. അതിനെയാണ് കോൺസ്റ്റന്റ് എഫേർട്ട് എന്ന് പറയുന്നത്. ഈ രീതിയിലേക്ക് ഒരു പോരാളിയായി നിങ്ങൾ മാറേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തെ നമ്മൾക്ക് ഒരു ഹൈ ലെവലിലേക്ക് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത് പലർക്കും സാധിക്കാത്തത്. കാരണം ജീവിതത്തെ ഈ രീതിയിൽ ഒരു പോരാട്ടമാക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. സുഖമായിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നാണ് പലരും ആലോചിക്കുന്നത്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് സുഖമായിട്ട് ജീവിക്കലല്ല, പോരാടലാണ്. ആ പോരാടൽ തന്നെ ഒരു സുഖമാണ്. അതിലൂടെ കിട്ടുന്നത് സുഖമാണ്. അതിനൊരു സുഖമായിട്ടെടുക്കാൻ നമ്മൾ പഠിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഒരു റിലാക്സ് മോഡ് ലൈഫ് അല്ല മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മെത്തേഡ്. അതാദ്യം മനസ്സിലാക്കുക. റിലാക്സേഷൻ എന്നുള്ളത് ഉള്ളിൽ ഉള്ള ഒരു അവസ്ഥയാണ്. പക്ഷേ പുറമേ നമ്മൾ എഫേർട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു വറിയറായി മാറും. നിങ്ങൾ ഒരു വാരിയറായി മാറുകയാണെങ്കിൽ ഒരു വറിയർ ദുഃഖിച്ചിരിക്കുന്ന വ്യക്തിയാവുകയില്ല. നിങ്ങൾ ഒരു വറിയർ ആയി മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വാരിയറായി മാറുന്നില്ല. അതിന് നിങ്ങളുടെ മനസ്സ് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. ആ പോരാട്ടത്തിനോട് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നതാണ്. ആ പോരാട്ടത്തിനോട് ഇഷ്ടമില്ലായ്മ കാരണത്താൽ നിങ്ങളുടെ ആ ഗ്രാവിറ്റി അത് നിങ്ങളെ താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ എത്ര ശ്രമിച്ചാലും വീണ്ടും അതേ മടി, അതേ പ്രശ്നങ്ങൾ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നിർത്താതെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം കുളിച്ചുകൊണ്ട് എൻ്റെ ജീവിതം എന്നും ഫ്രഷായി ഇരിക്കുവാൻ സാധിക്കും എന്നതുപോലെ ഒരു ദിവസം ഭക്ഷണം കഴിച്ചാൽ എന്നേക്കുമായി വിശപ്പ് പോവും എന്നുള്ളതുപോലെയുള്ള ഒരു അന്ധവിശ്വാസമാണ്. ഞാൻ ഒരു തവണ എന്തെങ്കിലും ഒരു പ്രാക്ടീസ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു 21 ദിവസത്തേക്ക് പ്രാക്ടീസ് ചെയ്താൽ, 41 ദിവസത്തേക്ക് പ്രാക്ടീസ് ചെയ്താൽ, ഈ ഒരു കോഴ്സ് ചെയ്താൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് മുഴുവൻ ഓക്കെ ആയിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ അതൊരു തെറ്റായ ധാരണയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഇന്ന് ചെയ്യണം, നാളത്തേക്ക് നാളെ ചെയ്യണം. കുറച്ചൊക്കെ അങ്ങോട്ട് സസ്റ്റെയിൻ ചെയ്തു പോകും,
കുറച്ചൊക്കെ മുമ്പോട്ട് എഫക്റ്റ് ഉണ്ടാവും. പക്ഷേ എന്നേക്കുമായിട്ട് ഒരു സൊല്യൂഷനും ഈ ലോകത്തിലില്ല. ഇന്ന് നമ്മൾ കണ്ടുപിടിച്ച ഒരു സൊല്യൂഷൻ നാളത്തെ ഒരു പ്രശ്നമായി മാറിയേക്കാം. അതും ഓർമ്മ വേണം. അതുപോലെ ഇന്ന് കണ്ടുപിടിച്ച ഒരു സൊല്യൂഷൻ ഇന്ന് മാത്രമേ വർക്കാവുകയുള്ളൂ. അത് എന്നേക്കുമായി വർക്കാവണം എന്നില്ല. കുറച്ച് കാലത്തേക്ക് വർക്കായേക്കാം. സൊല്യൂഷൻസ് ഒന്നും തന്നെ പെർമനൻ്റ് അല്ല. എന്തുകൊണ്ട്? നമ്മളുടെ പ്രശ്നങ്ങൾ പെർമനൻ്റ് അല്ലാത്തതുകൊണ്ട്. പ്രശ്നങ്ങൾ അപ്ഡേറ്റ് ആവുന്നുണ്ട്. നമുക്ക് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ അപ്ഡേറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് സൊല്യൂഷൻസും അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ എഫേർട്ട് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. എന്നും നമ്മൾ പ്രവൃത്തിയിൽ ഉണ്ടായിരിക്കണം. വാരിയറായി ജീവിക്കണം. അങ്ങനെയുള്ളവർക്ക് അർഹതപ്പെട്ടതാണ് ജീവിതത്തിൻ്റെ ആ ഉന്നത ശൃംഖം. അല്ലാത്തവർ താഴെ ജീവിക്കേണ്ടി വരും. അതായത് ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും ജീവിക്കാൻ കഴിയില്ല. ഈ പ്രപഞ്ചവും പ്രകൃതിയും ഈ ലോകവും വെച്ച് നീട്ടുന്ന ഔദാര്യം കൈപ്പറ്റിക്കൊണ്ട് ജീവിക്കേണ്ടതായി വരും എന്നർത്ഥം. അതുകൊണ്ട് കരുത്തരാവൂ. ഈ രീതിയിൽ ചിന്തിക്കാൻ ശ്രമിക്കൂ. എൻട്രോപ്പിക്ക് എതിരെ പോരാടാൻ ഇറങ്ങൂ. കോൺഷ്യസ് എഫേർട്ട് വർദ്ധിപ്പിക്കൂ. അതിനു വേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. 1. അറിവ് വർദ്ധിപ്പിക്കുക. 2. ബിലീഫ് സിസ്റ്റം ചേഞ്ച് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. 3. ആറ്റിറ്റ്യൂഡ് പവർഫുൾ ആക്കുക. 4. പ്രവൃത്തി ഒരിക്കലും അവസാനിപ്പിക്കാതിരിക്കുക. കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻട്രോപ്പിയോട് കോൺഷ്യസ് എഫേർട്ട് കൊണ്ട് പോരാടി ജയിക്കാൻ കഴിയും. ജയിക്കൽ എന്നേക്കുമായിട്ടുള്ള കാര്യമല്ല. വീണ്ടും പോരാട്ടം തുടങ്ങും, വീണ്ടും ജയിക്കും. ഇത് ദൈനംദിനം നടന്നുകൊണ്ടേയിരിക്കും. ഇതിനെ ഒരു ത്രില്ലിംഗ് ആയി എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എങ്കിൽ നിങ്ങൾ ജീവിതത്തെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് അർത്ഥം. അങ്ങനെയുള്ളവർക്ക് ജീവിതം ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെക്കുക, പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരിക. ജീവിതത്തിൽ ഒരിക്കലും ഒരു വറിയറായി മാറാതെ ബി എ വാരിയർ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ജീവിതത്തിൽ ഒരിക്കലും ബഗ്ഗറായി മാറാതെ ബി ബിഗ്ഗർ, വലിയവനായി മാറുക. ഒരിക്കലും ഒന്നിനും വേണ്ടി യാചിക്കുന്നവനാകാതിരിക്കുക. എല്ലാം പരിശ്രമിച്ച് നേടുവാൻ ആവുക. ആരോടും യാചിക്കാതിരിക്കുക. സ്വയം പരിശ്രമിച്ചുകൊണ്ട് നേടാൻ ശ്രമിക്കുക. ഇതാണ് ഒരു ശക്തമായ മനുഷ്യൻ്റെ ജീവിതത്തിൽ ആദ്യം സ്വീകരിക്കേണ്ട ഒരു തീരുമാനം.